കട്ട ബ്ലോക്കാണ് കേട്ടോ. ഇവിടുന്നൊരു വണ്ടി, ഇവിടുന്നൊരു വണ്ടി, ഇവിടുന്നൊരു വണ്ടി. ഗുഡ് ഈവനിങ്. നമ്മൾ എത്ര വർഷമായിട്ട് കാണാൻ തുടങ്ങി. വെൽക്കം ടു ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. എന്റെ പേര് ശ്രീഹരി. നമ്മള് മീനെ മേടിക്കാൻ പോവാ. എനിക്ക് അറിയത്തില്ല ഏത് മീനാന്ന്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്താ മീനാണ്. ഇല്ല. ഇത്ര ദിവസം എവിടെയായിരുന്നു? ഇത്ര ദിവസം വീട്ടിൽ ഇരുന്ന് പഠിക്കുവായിരുന്നു. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ ചൂണ്ടിടാൻ കൊണ്ടുപോകുമ്പോ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം തന്നെ, രണ്ട് കാര്യങ്ങള്. നല്ല പഠിക്കണം. വണ്ടി ഓടിക്കുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ? വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച്. വണ്ടി ഓടിക്കുമ്പോ എങ്ങനെ ഓടിക്കണം? നീ വലുതാ വണ്ടി ഓടിക്കുമ്പോ എങ്ങനെ ഓടിക്കണം? പതുക്കെ ഓടിക്കണം കേട്ടോ. പതുക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, സുഖമായിട്ട് പോട്ടുക കേട്ടോ. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഹരിക്കുട്ടനെ കുറെ നാളായി കണ്ടിട്ട്. പുള്ളി ഭയങ്കര ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് ബിസിയാണ് കേട്ടോ. അപ്പൊ ഞാൻ അവനെ അധികം ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും വിളിക്കാതെ. ഇന്ന് ഞങ്ങളൊരു മീനെ മേടിക്കാൻ പോവാണ്. പക്ഷെ ആ മീൻ സസ്പെൻസ് ആണ് കേട്ടോ. ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല എന്നാ മീനാണ്. ഒരു വലിയ മീനാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മോട് മേടിക്കാൻ പറഞ്ഞ ഒരു മീനാണ്. നമ്മൾ അതിന് ഇന്ന് മേടിക്കാൻ പോകണം. ഓക്കെ, അവിടെ ചെല്ലുമ്പോ ഞാൻ ഒരു മീനെ കാണിക്കാം. എന്നിട്ട് ചേട്ടൻ പറയട്ടെ ആ മീനാണോ. ഇനി അതല്ലെങ്കിലോ? എനിക്ക് എന്ത് തരും? നേരത്തെ ഒക്കെ നല്ല ലൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിനേക്കാളും കൂടുതൽ ലൈക്ക് കിട്ടും. ഞാൻ പറയത്തില്ല, ഇപ്രാവശ്യവും പറയത്തില്ല. ലാസ്റ്റ് പ്രാവശ്യം ഇവൻ ഈ സെയിം ഡയലോഗ് പറഞ്ഞേ. അതായത് ഇവൻ ലൈക്സ് എത്രയാന്ന് പറയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ലൈക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് കിട്ടിയത് 30,000 ലൈക്കാണ് കേട്ടോ. ഏകദേശം 30,000 ലൈക്കാണ് ഹരിക്കോട്ടൻ ഒരു വീഡിയോക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം അതിനേക്കാളും കൂടുതൽ വേണമെന്നാ പറഞ്ഞത്. അതിനേക്കാളും കൂടുതൽ വേണം. ചിലവർക്കൊക്കെ 90, 20 അതൊന്നും എനിക്ക് വേണ്ട. അതിനേക്കാളും കൂടുതൽ എനിക്ക് വേണം. അപ്പൊ മച്ചാമാരെ നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങിയില്ല. ഹരിക്കോട്ടൻ സീറ്റ് ബെൽറ്റ് ഇട്. അതുപോലെ തന്നെ മാസ്ക് എന്ത് ചെയ്യും? പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് നേരെ മീനിനെ മേടിക്കാൻ പോവാം കേട്ടോ. അപ്പൊ നമ്മളിത് എത്തിയിട്ടുണ്ട്. നമ്മൾ അക്കേരത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഹരിക്കൂട്ടർ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ത് മീനാ മേടിക്കാൻ പോകുന്നതെന്ന്? ഞാൻ അവിടെ ചെല്ലുമ്പോ കാണിച്ചു തരാം. അവിടെ ചെല്ലുമ്പോ നീ കാണിച്ചു തരുന്ന മീൻ അല്ലെങ്കിലോ? നിനക്ക് എത്ര ശതമാനം ഉറപ്പുണ്ട്? 1% ഉറപ്പേ ഉള്ളോ? പെർഫെക്റ്റ്. ഇറങ്ങിയോ. വണ്ടി നിറച്ചിട്ട് നേരെ ഇറങ്ങുവാണെ കുഴിക്കാ തരുന്നേനെ ഹരിക്കൂട്ടർ. ഓടല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ഹരിക്കൂട്ടറിന് ചാൻസ് കൊടുത്തിരിക്കുവാണ്. അവൻ ശരിക്കും നോക്കട്ടെ. പുള്ളിക്ക് എല്ലാത്തിനും കൂടെ കൊണ്ടിട്ട് കൺഫ്യൂഷനായി. കാരണം ചേട്ടൻ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി മീനിനെയൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ കൊണ്ടിടും. അപ്പൊ അവന് കൺഫ്യൂഷനാണ് ശരിക്കും. അടിപൊളി നീഡിൽ ഫിഷ് ആയിട്ട് അതുണ്ടോ. നമ്മൾ കൈ വെച്ച് കൊടുത്തപ്പോഴേക്കും പുള്ളിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വന്ന് കടിക്കുമായിരുന്നു. ഇതുണ്ടോ, കുഞ്ഞുതാണ്, തീരെ ചെറുതാണ്. പക്ഷേ ചെറിയ പ്രൊഡേറ്ററിനെ പോലെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ മൊത്തം മേടിച്ചാലോ? കാര്യം എനിക്ക് മേടിക്കാൻ പ്ലാനുള്ള മീനാണ് അലിഗേറ്റർ. പക്ഷെ അലിഗേറ്റർ അല്ല ഗൈസ്. ഉറപ്പാണ്. അങ്ങനെയുണ്ട് ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഏത് മനസ്സിലായി നിനക്ക്? ഏതാ? അതല്ല വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അങ്ങനെയുണ്ട്. മേടിച്ചാലോ? എത്രാമത്തെ മേടിക്കണം? ഓർമ്മ മതി അല്ലേ? ചേച്ചി ഞാൻ ഓർമ്മ തരാം. എന്താണെങ്കിലും നമുക്ക് മേടിക്കാൻ വിധിയുള്ള മീൻ ഏതാണെന്ന് അറിയത്തില്ല. 4-5 എണ്ണം ഉണ്ട് അതിനകത്ത്. അടിപൊളി. നിങ്ങൾക്ക് ഈ മീനിൻ്റെ വിലയും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ അക്വേറിയത്തിൻ്റെ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിളിച്ച് ചോദിച്ചാൽ മതി.
താഴെ ഇവിടെ വരുന്നപ്പോൾ എനിക്ക് കാർപ്പിന് മേടിക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഒരു യൂസ് ഉണ്ട് ഇതിനെ കൊണ്ട്. ഇവിടെ വെച്ചോട്ടെ. ഓടിക്കോ ഓടിക്കോ, നടന്നോ നടന്നോ. നടന്നോ നടന്നോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത് നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാലും റെഡ്ടെയിൽ ക്യാറ്റ് ഫിഷിനെ മേടിക്കാം. നമ്മളത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഇതിനെ എവിടെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. കാർപ്പിന് എന്തിനാണ് മേടിച്ചതെന്ന് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഹരിക്കുട്ടാ, നിനക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് മീൻ? എങ്ങനെയുണ്ട്? അത് പറ. ഇത് നിനക്ക് ഇതിനകത്ത് ഏതിനാണ് ഇഷ്ടപ്പെട്ട? ശരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതിനാന്ന് പറ. ഓറഞ്ചിനെ. ഹരിക്കുട്ടിന് കാർപ്പിനെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കമന്റ് ചെയ്യാം അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനിന്റെ പേരൊന്ന് കമന്റ് ചെയ്തേക്ക്. നമ്മുടെ അടുത്ത് കാർപ്പുണ്ട്, നമ്മുടെ ക്യാറ്റ് ഫിഷ് ഉണ്ട് കേട്ടോ. ഓക്കെ, വീട്ടിൽ മമ്മയ്ക്കും പപ്പയ്ക്കും അറിയത്തില്ല എന്ത് മീനിനെയാണ് മേടിക്കാൻ പോകുന്നത്. അപ്പൊ അവരും വെയിറ്റിംഗ് ആണ്. നമ്മളപ്പോ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വണ്ടി കയറുമെന്ന് കേട്ടോ. കൃത്യമാണ്, കൃത്യം കറക്റ്റ് ആയിട്ട് കയറിപ്പോവും. നമ്മള് സ്ഥിരമായിട്ട് നമ്മളെന്താണ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഹരിക്കുട്ട, നീ ആദ്യം ഇറങ്ങിക്കോ. രണ്ടുപേരും ഒരുമിച്ചെടുക്കണ്ട, നീ ഇറങ്ങിയിട്ട് എടുത്താണ്. ഹരിക്കുട്ടനുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഇതിനെ ഒരെണ്ണത്തിന് കുളത്തിലും ഇതിനെ അരാപ്പയ്മയുടെ കൂടത്തിലും. സക്കറല്ല, അത് ക്യാറ്റ് ഫിഷാണ്. വലുതാണ്. ഇപ്പൊ എന്താണ്, നമുക്ക് മേലോട്ട് പോകാം കേട്ടോ. നമുക്ക് ഇതിനാണ് ഇഷ്ടപ്പെട്ടെ? അപ്പൊ എല്ലാവർക്കും അതിനെ നമ്മുടെ ക്യാറ്റ് ഫിഷിനെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കേട്ടോ? ഇതിനെ ഇല്ല ഇല്ല വഴക്കുണ്ടാക്കുന്നുണ്ട്. ആദ്യം നമുക്കേ ഇതിനെ നല്ല വലുപ്പം നോക്കുന്ന. അപ്പൊ ആദ്യമേ നമുക്ക് ഇതിനെ എടുത്ത് നമ്മുടെ അരാപ്പയ്മയുടെ കൂടത്തിലിടാം. ലൈറ്റ് വഴക്കുണ്ടാക്കത്തില്ല. അരാപ്പയ്മ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാൻ തീറ്റ കൊടുത്താണ്, അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്യാറ്റ് ഫിഷിനെ പിടിച്ച് കണ്ടല്ലോ. ഒന്നും ചെയ്തില്ല, അത് പ്രശ്നം. അതിനെ അവിടെ ഇടാനുള്ളതല്ല. നോക്കിയാണ്ടോ, പുതിയ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അതിനൊരു ഇത്ര നാള് നമ്മുടെ അരാപ്പയ്മ ഒറ്റയ്ക്കായിരുന്നു. അവനൊരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. നമ്മുടെ അരാപ്പയ്മേനെ കുളത്തിലോട്ട് മാറ്റുന്നുണ്ടെന്ന് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു. അത് നമ്മൾ കുളത്തിന്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മീനിനെ മാറ്റിയാലോ? അതിന് മുമ്പ് ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പൊ നമ്മൾ കുളത്തിന്റെ പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് കേട്ടോ. പണി തീർന്നാൽ തന്നെ ഉടനെ ഇടുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കാർപ്പിനെ നമ്മൾ കുളത്തിലിടാൻ പോകണം. കുളത്തിലിടുന്നതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തരാം. ഇതുകൊണ്ട് നമ്മൾ ഡെക്കാത്തലിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഇതിനകത്തൂടെ അണ്ടർ വാട്ടർ സ്വിമ്മിങ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഈ വെള്ളത്തിനകത്തൊരു കാര്യമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ കാർപ്പിന് ഇതിനകത്ത് ഇടാനായിട്ട് കാര്യം. ദൈവന്മാരുടെ ശല്യം കൊണ്ടാണ് ഞാൻ പോയി കാർപ്പിനെ മേടിച്ചതുണ്ടോ. നമ്മുടെ കുളത്തിൻ്റെ സൈഡിലും അടിയിലും നിറച്ച് തവള മുട്ടയിട്ടിട്ട് വാലുമാക്രി ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. ഇത് തുമ്പിയുടെ കുഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ എന്തോ ജീവിയുടെ കുഞ്ഞാണിത്. ഇഷ്ടം പോലെയുണ്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലുണ്ട്. ഇവന്മാർ അടിയിലും മേളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ കാർപ്പിനെ മേടിച്ചിടുവാണെങ്കിൽ കാർപ്പ് ഇതിനെ തിന്നോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടാ പോണേ. നിങ്ങളെല്ലാവരും വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. വെള്ളത്തിനടിയിലോ ആയിട്ട് ഈ സാധനത്തിന് റിലീസ് ചെയ്യാനായിട്ട്. കാര്യമൊന്നുമല്ല, നമുക്കിതിനെക്കുറിച്ച് പഠിക്കാനാണ് കേട്ടോ കൂടുതൽ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മേളിൽ നിന്ന് കാണുന്നതല്ല, നമ്മൾ താഴെ നിന്ന് നമുക്കൊന്ന് ഫീൽ ചെയ്യണമല്ലോ. കാരണം ഇവരെങ്ങനെയാണ് വെള്ളത്തിനടിയിൽ ഇവരുടെ ബിഹേവിയർ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
പിന്നെ അണ്ടർ വാട്ടർ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഫ്യൂച്ചറിലുള്ളൊരു ആഗ്രഹം. അപ്പോൾ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുക. ബ്യൂട്ടിഫുൾ അല്ലേ, സുന്ദരൻ. നമ്മളവൻ്റെ ചെറിയൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാട്ടോ അവിടുന്ന്. അടിപൊളി. നീ ഭയങ്കര നീന്തലേറിയാണ് ഇവിടെ പണ്ടത്തെ. അപ്പൊ നമ്മുടെ ചാനലില് പാർട്ട് 2 വീഡിയോ, നമ്മുടെ കുളത്തിന്റെ മേക്കിങ്ങിന്റെ പാർട്ട് 2 വീഡിയോ പണി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നതാണ്. അതുകൂടാതെ നമ്മുടെ അരാപ്പയുടെയും കാറ്റ്ഫിഷിന്റെയും ഫീഡിംഗ് വീഡിയോയും നമ്മുടെ ചാനലിൽ വരാറുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. മമ്മിയും പപ്പയും ആദ്യമായിട്ടാണ് കുളത്തിൽ ഇറങ്ങുന്നത്. ഹരിക്കുട്ടിനെ ഇറക്കിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹരിക്കുട്ടിന് ഓൺലൈൻ ക്ലാസ് ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളമാണെങ്കിൽ ഇതായിട്ട് കുറച്ച് ദിവസം പിടിച്ചിട്ടേക്കുന്നത്. അപ്പം അവന് വല്ലോ പനിയോ ജലദോഷമല്ലോ വന്നു കഴിഞ്ഞാൽ ക്ലാസ് മിസ്സാവും. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഹരിക്കുട്ടിനെ ഇറക്കുന്നില്ല. അടുത്ത പ്രാവശ്യം വെള്ളം നിറച്ച ഉടനെ ഹരിക്കുട്ടിനെയും ചേച്ചീനെയും അമ്മയോട് ചോദിച്ചിട്ട് ചേച്ചിയുടെ പെർമിഷനോട് കൂടി നമ്മൾ ഇറക്കുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. 67 കപ്പ നന്ദി ശ്രീകുട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഉടനെ വരുന്നതാണ്.